ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യക്ക് ആവേശം നൽകുന്ന തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്കായി ഓപ്പണർമാരായ KL രാഹുലും യശസ്വി ജയ്സ്വാളും സ്വപ്നതുല്യമായ തുടക്കമാണ് സമ്മാനിച്ചത്. ഇംഗ്ലണ്ടിന്റെ ന്യൂ ബോൾ ആക്രമണത്തെ മികച്ച രീതിയിൽ പ്രതിരോധിച്ച ഈ യുവസഖ്യം ഒരു പിടി റെക്കോർഡുകളും ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ മത്സരം ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ ഇന്ത്യൻ ടീം കളിക്കുന്ന ആദ്യ ടെസ്റ്റ് കൂടിയാണ്. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. കൂടാതെ യുവ ഇടംകയ്യൻ ബാറ്റർ സായി സുദർശൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചതും ശ്രദ്ധേയമാണ്. ഏറെ നാളുകൾക്ക് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളി താരം ഇന്ത്യൻ പ്ലേയിങ് 11-ൽ ഇടം നേടിയതും ഈ മത്സരത്തിന്റെ പ്രത്യേകതയാണ്. KL രാഹുൽ യശസ്വി ജയ്സ്വാൾ ജോഡി ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ഒന്നാം ഇന്നിംഗ്സിൽ നൽകിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ 90 റൺസ് അടിച്ചെടുക്കാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞു. എന്നാൽ സെഞ്ചുറി കൂട്ടുകെട്ടിലേക്ക് കുതിക്കവേ ലഞ്ച് ബ്രേക്കിന് തൊട്ടു മുൻപ് ബ്രൈഡൻ കാർഡ്സിലൂടെ ഇംഗ്ലണ്ടിന് ആശ്വാസമായി ബ്രേക്ക് ത്രൂ ലഭിച്ചു. 42 റൺസ് എടുത്ത രാഹുലിനെയാണ് കാർഡ്സ് മടക്കിയത്. ഈ പിരിയാത്ത കൂട്ടുകെട്ട് ഒരു വലിയ റെക്കോർഡ് നേട്ടത്തിൽ കലാശിച്ചു. ലീഡ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇന്ത്യക്ക് ടെസ്റ്റിൽ അത്ര മികച്ച വേദിയായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓപ്പണിംഗ് ജോഡികൾക്ക് ഇവിടെ കാര്യമായ പ്രകടനങ്ങൾ നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 39 വർഷത്തെ ഈ ചീത്തപ്പേര് തിരുത്തി കുറിച്ചിരിക്കുകയാണ് രാഹുൽ ജയ്സ്വാൾ ജോഡി. ലീഡിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഓപ്പണിംഗ് ജോഡി 50+ റൺസ് നേടുന്നത് 39 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇത് തീർച്ചയായും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. ഇത് മാത്രമല്ല, മറ്റൊരു എലൈറ്റ് ലിസ്റ്റിലും രാഹുൽ ജയ്സ്വാൾ ജോഡി ഇടം നേടിയിട്ടുണ്ട്. വിദേശത്ത് ഒരു ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഒരു ഇന്ത്യൻ ഓപ്പണിംഗ് ജോഡിയുടെ 4ാമത്തെ മികച്ച തുടക്കമാണ് ഈ 91 റൺസ്. ഈ ലിസ്റ്റിൽ മുന്നിലുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. മുരളി വിജയ്, ശിഖർ ധവാൻ 283 റൺസും എതിരാളി ബംഗ്ലാദേശുമായിരുന്നു. അത് 2015-ലെയാണ്. മറ്റു കൂട്ടുകെട്ട് വീരേന്ദ്ര സെവാഗും ആകാശ് ചോപ്രയുമാണ്. KL രാഹുലും മായങ്ക് അഗർവാളും ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർച്ചയായ 2ാമത്തെ ടെസ്റ്റ് പരമ്പരയിലാണ് രാഹുലും ജയ്സ്വാളും ടീമിനായി ഓപ്പണിംഗിൽ ഇറങ്ങിയത്. ഈ വർഷം ആദ്യം ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഓപ്പണിംഗ് ജോഡികൾ ഇവർ തന്നെയായിരുന്നു. അന്നും ചില മികച്ച തുടക്കങ്ങൾ നൽകുന്നതിൽ ഇരുവരും നിർണായക പങ്ക് വഹിച്ചിരുന്നു. രാഹുൽ ജയ്സ്വാൾ പ്രകടനത്തിന് പിന്നാലെ രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോൾ ട്രോൾ മഴയാണ്. KL രാഹുൽ യശസ്വി ജയ്സ്വാൾ ജോഡി 90+ റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടുണ്ടാക്കിയതിന് പിന്നാലെ ട്രോളിന് ഇരയായിരിക്കുന്നത് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ വിരമിക്കാതെ ഈ പരമ്പരയിൽ കളിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു ഗംഭീര തുടക്കം ടീമിന് ലഭിക്കില്ലായിരുന്നുവെന്നാണ് ആരാധകരുടെ പരിഹാസം. കൂടാതെ രോഹിത് ശർമ്മ ഇല്ലാതിരുന്നത് നന്നായി. അദ്ദേഹം വീണ്ടും ഓപ്പണറായി കളിച്ചിരുന്നെങ്കിൽ ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യ 2 അക്കം പോലും കടക്കുമോ എന്നത് സംശയമാണ്. എന്നിങ്ങനെയുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആരാധകരുടെ ഈ ട്രോളുകൾ രോഹിത് ശർമ്മയുടെ സമീപകാല ടെസ്റ്റ് പ്രകടനങ്ങളെക്കുറിച്ചുള്ള നിരാശ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ലീഡിൽ ഇന്ത്യക്ക് ലഭിച്ച ഈ മികച്ച തുടക്കം ടെസ്റ്റ് പരമ്പരയിൽ ടീമിന് ആത്മവിശ്വാസം നൽകുമെന്നുറപ്പാണ്. കാത്തിരുന്ന് കാണാം ഈ പരമ്പരയിൽ ഇനി എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന്.